ഇന്നലെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കേട്ടു ഞാൻ. എല്ലും കഷ്ണം കണ്ടാൽ പോകുന്നവരാണ് കോൺഗ്രസ്സുകാർ. കോൺഗ്രസ്സിൽ ആർക്കും എൻ്റെ മുഖ്യമന്ത്രി അങ്ങ് ആ വിമാനം എടുത്തിരുന്ന് കൽക്കത്തയിലോത്തിരുന്ന് പോയാൽ CPM-ൻ്റെ പാർട്ടി ഓഫീസായിട്ടുള്ള ബംഗാളിലെ എല്ലാ പാർട്ടി ഓഫീസും ഇപ്പം BJP-യുടെ പാർട്ടി ഓഫീസാണ്. എത്ര MLA-മാർ ഞാൻ എണ്ണി പറഞ്ഞു തരാം. ലിസ്റ്റ് വേണമെങ്കിൽ ലിസ്റ്റ് ഞാൻ മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുക്കുക. CPM MLA-മാർ BJP-യിൽ ചേർന്നതിൻ്റെ കണക്ക്. CPM MLA-മാർ BJP-യിൽ ചേർന്നതിൻ്റെ കണക്ക് ഞാൻ കൃത്യമായി എണ്ണി പറഞ്ഞു കൊടുക്കാം. അദ്ദേഹം അതിന് സംവാദത്തിന് തയ്യാറാണോ? കേരളത്തിൽ തന്നെ അവരുടെ ധനകാര്യമന്ത്രി വിശ്വാസമേനോനല്ലേ ആദ്യം പോയത്? അൽഫോൺസ കണ്ണന്താനത്തിന് ആരാണ് ആദ്യം നിയമസഭയിൽ എത്തിച്ചത്? അദ്ദേഹം പിന്നീട് കേന്ദ്രമന്ത്രിയായില്ലേ? പറയുന്നതിന് അല്പസ്വല്പം മലയാളത്തിൽ പറഞ്ഞാൽ പറയുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ബോധ്യം വേണം. ഞാൻ മുഖ്യമന്ത്രിയുടെ പദവി ഇരിക്കുന്ന ആളായതുകൊണ്ട് മറ്റു വാദ്യങ്ങൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇത് BJP-ക്ക് രസിക്കാൻ വേണ്ടിയിട്ട്, BJP-യെ സുഖിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസിനെ ഇടിച്ച് താഴ്ത്തി കുത്തി താഴ്ത്തി തീർക്കാം എന്നും മിസ്റ്റർ പിണറായി കരാറാർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ പറയുന്ന രീതിയിലുള്ള ഒരു ബാന്ധവം തൃശ്ശൂർ സീറ്റിൽ ഉണ്ടാകാൻ സാധ്യത, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ അന്വേഷണം നിൽക്കുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ നടക്കുന്ന BJP-യും CPM നടത്തുന്ന ഓരോ നീക്കങ്ങളും പരസ്പരം ആലോചിച്ചിട്ടാണ്. ഞങ്ങൾക്കതിൻ്റെ വിവരങ്ങളുണ്ട്. നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ, നിങ്ങൾക്കും വിവരങ്ങൾ കിട്ടും. ആവശ്യമായി വരുമ്പോൾ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറയും ചെയ്യും. ഈ ദേശീയ നേതാക്കൾ കേരളത്തിൽ മത്സരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു പ്രതിപക്ഷ സഖ്യമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഈ സഖ്യങ്ങൾ തമ്മിൽ അങ്ങോട്ട് മത്സരിക്കുന്നത് അതിന് അവരോട് അല്ലെ. ഇപ്പം നിലവിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ തീരുമാനിക്കുക, അദ്ദേഹത്തിൻ്റെ സിറ്റിംഗ് സീറ്റാണത്. പുതുതായ സീറ്റിലേക്ക് വന്ന് മത്സരിക്കുകയല്ലോ. കഴിഞ്ഞ ഇലക്ഷനിൽ അവിടെ രാഹുൽ ഗാന്ധി കിട്ടിയ വോട്ടും അദ്ദേഹത്തിനെതിരായി മത്സരിച്ച LDF സ്ഥാനാർത്ഥി കിട്ടിയ വോട്ടും എത്രയാണ് സുഹൃത്തെ? അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ പറഞ്ഞു എത്രയാണ് സുഹൃത്തെ? 10% വോട്ട് LDF സ്ഥാനാർത്ഥിക്കും 70% വോട്ട് രാഹുൽ ഗാന്ധിക്കുമാണ്. അപ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയ പ്രസക്തി ആ നിയോജക മണ്ഡലത്തിൽ എത്രയാണെന്ന് അറിയാമല്ലോ LDF-ന്. അപ്പോൾ അവിടെ രണ്ടാമതും രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇന്ത്യ മുന്നണിയോട് വല്ല കൂറും ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കാതെ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ കൊടുക്കണം. നിങ്ങൾ അതാ ദേശീയ രാഷ്ട്രീയം, അതാ ഞാൻ പറയുന്നത്. ഇപ്പം നിങ്ങളുടെ CPM പാർട്ടി രാജസ്ഥാനിൽ കോൺഗ്രസിനോട് സീറ്റ് ചോദിക്കുന്നുണ്ട്, ഒറീസയിൽ കോൺഗ്രസിനോട് സീറ്റ് ചോദിക്കുന്നുണ്ട്, ആസാമിൽ കോൺഗ്രസിനോട് സീറ്റ് ചോദിക്കുന്നുണ്ട്, ത്രിപുരയിൽ നമ്മൾ ധാരണയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിശാല ജനാധിപത്യ ഐക്യമാണ് വലുതെങ്കിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ അപകടം കണ്ടുകൊണ്ട് രാഹുൽ ഗാന്ധി മത്സരം നിങ്ങൾക്ക് ജയിക്കാൻ പോയിട്ട് ഒരു പോസിബിലിറ്റി ഇല്ലാത്ത ഒരു സീറ്റ് എന്നാൽ ഞങ്ങൾ മത്സരിക്കുന്നില്ല, ഇന്ത്യ മുന്നണിക്ക് വേണ്ടി രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കുകയാണെങ്കിൽ ഞങ്ങൾ പിൻവലിക്കും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ആത്മാർത്ഥം മനസ്സിലാക്കാം. ഇത് കൃത്യമാണ്. നിങ്ങൾക്ക് ഓരോ കോൺഗ്രസ് സീറ്റും കുറക്കാനുള്ള വ്യഗ്രതയാണ്. ആ വ്യഗ്രത ആർക്കാണുള്ളത്? ഇവിടെ കോൺഗ്രസിനെ ഫിനിഷ് ചെയ്യാനുള്ള മന്ത്രമായിട്ട് ഇറങ്ങുന്നത് ആരാണ്? നരേന്ദ്രമോദി, BJP. ആ BJP-യുടെ അതേ രീതിയിൽ അതേ സ്വരത്തിൽ നിങ്ങൾ സംസാരിക്കുന്നു. നിങ്ങൾക്ക് താൽക്കാലികമായ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടായിരിക്കാം. അത് ശരിയല്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.